ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു അമ്പലത്തിലേക്കാണ്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അമ്പലം ഒരു പ്രകൃതി ക്ഷേത്രം തന്നെയാണ് അറിയപ്പെടുന്നത്. ഇത് വരുന്നത് വെച്ചാൽ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അമ്പലത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ ഈ കോഴി, ആട് അങ്ങനത്തെ മൃഗങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് അളക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയതിന് ശേഷം ദൈവത്തിന് സമർപ്പിച്ചതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് തന്നെ കഴിക്കണം എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. അത് പ്രത്യേകത വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അത് നടന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് അത് ഇവിടെ കൊടുക്കണം. അതാണ് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. കറുപ്പുസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത്. പിന്നെ ഇവിടെ കുറേ ആളുകളെ കണ്ടു. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ക്ഷേത്രം കാണുന്നത്. കാരണം അമ്പലത്തിൻ്റെ ഉള്ളിലാണ് ഇവർ ഈ കോയിൻ ഇറക്കുന്നതും അതുപോലെ ആടിനെ ഇറക്കുന്നതൊക്കെ നടക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ആഗ്രഹം എന്താണോ അത് നടന്നതിന് ശേഷം മാത്രമേ ഇവിടെ നടത്തുള്ളൂ. ഇവിടെ കൂടുതൽ ആളുകൾ വരുന്നത് വെച്ചാൽ കുട്ടികൾ ഇല്ലാത്തവരും അതൊക്കെ അങ്ങനത്തെ ആളുകളാണ് കൂടുതലായിട്ട് വന്നുകൊണ്ട് തൊട്ടി കെട്ടി അത് നടന്നതിന് ശേഷം ഇവിടെ വന്ന് കോയിനെ അവർ മനസ്സിൽ വിചാരിച്ചത് കോയിനെയാണെങ്കിൽ കോയിനായിട്ട് വന്ന് അവിടെ പൂജിച്ചതിന് ശേഷം ഇവിടെ അറുത്ത് അത് അവിടെ നിന്നും തന്നെ അവർ കഴിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അത്യാവശ്യം മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി മനോഹര ക്ഷേത്രം തന്നെ. കാരണം വള്ളികളൊക്കെ ആയിട്ട് പാലക്കാട് കൊല്ലങ്കോട് നമ്മളെ ചെല്ലപ്പേട്ടിൻ്റെ ചായകട കഴിഞ്ഞ് കുറച്ച് ഉള്ളിലേക്ക് പോയാൽ കാണാൻ പറ്റുന്നൊരു ക്ഷേത്രമാണിത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പ്രകൃതിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രമാണ്. പ്രകൃതി ക്ഷേത്രം എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. അത് അത്യാവശ്യം മനോഹരമായിട്ടൊരു ക്ഷേത്രമാണ്. നമ്മൾ മലപ്പുറംകാരും ഒക്കെ പുറത്തുനിന്നൊക്കെ വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അത്ഭുതം തന്നെയായിരിക്കും ഇങ്ങനത്തെ ഒരു ക്ഷേത്രം കാണുക എന്ന് പറഞ്ഞത്. കാരണം കോയിനൊക്കെ ഉള്ളിൽ കൊണ്ടുപോയി അത് പ്രതിഷ്ഠൻ്റെ അടുത്ത് കൊണ്ടുപോയി പൂജിച്ചതിന് ശേഷം മാത്രം അറക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അത്യാവശ്യം നല്ല മനോഹര ക്ഷേത്രമാണ് പ്രകൃതി മനോഹര ക്ഷേത്രം. തീർച്ചയായും കൊല്ലങ്കോട് പോകുന്ന നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കാണേണ്ട ഒരു ക്ഷേത്രമാണ് പ്രകൃതി ക്ഷേത്രമായിട്ട് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ മാക്സിമം ഷെയർ ചെയ്യൂ, മാക്സിമം കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.